മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 26/1/1997 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. പൂരമാണ് നക്ഷത്രം. പൂരം 1-ാം പാദം. മിഥുന ലഗ്നം. ലഗ്നത്തിൽ ഗുളികൻ. 2 ശൂന്യം. 3 ചന്ദ്രൻ. 4 കുജൻ രാഹു. 5, 6 ഭാവങ്ങൾ ശൂന്യം. 7 ബുധൻ ശുക്രൻ. 8 സൂര്യൻ ഗുരു അഥവാ വ്യാഴം. 9 ശൂന്യം. 10 ശനി കേതു. 11, 12 ഭാവങ്ങൾ ശൂന്യം. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. ആരോഗ്യ സംബന്ധമായി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളുടെ ഗ്രഹനില കൂടിയാണത്. എന്തുകൊണ്ടാണത്? അതായത് രോഗസ്ഥാനത്തിൻ്റെ അധിപൻ 6-ാം ഭാവാധിപൻ 1, 2, 3, 4, 5, 6 6-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. അവിടെ രാഹുവും നിൽക്കുന്നു. അവിടേക്ക് കേതുവിനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ശനിയുടെ 7ാം ദൃഷ്ടി വരുന്നു. ഇത് മൂന്നും ഈ വ്യക്തിക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണം തന്നെയാണ്. ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അതായത് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്നാൽ അത് വച്ചുകൊണ്ടിരിക്കാതെ, നീട്ടിക്കൊണ്ടു പോകാതെ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിനോടൊപ്പം നിൽക്കുന്നു. 6-ാം ഭാവാധിപനായി കുജൻ വരുന്നത് തന്നെ അതത്ര നല്ലതല്ല. പ്രത്യേകിച്ചും അത് ബുധൻ്റെ ക്ഷേത്രത്തിൽ, അതോടൊപ്പം തന്നെ 4 എന്ന് പറയുന്ന പൊസിഷനിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നതും അത്ര നല്ലതല്ല. അപ്പോൾ ചില ആളുകളെ കണ്ടിട്ടില്ല, ഇടവിട്ടൊക്കെ അസുഖങ്ങൾ ഒന്നൊഴിഞ്ഞിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മരുന്നുകൾ അമിതമായി ഉപയോഗിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. അത്തരക്കാർക്കൊക്കെ ഈ രീതിയിലുള്ള ഒരു ഗ്രഹനില ഏതെങ്കിലും രീതിയിലൊക്കെ 6-ാം ഭാവത്തെ കൊണ്ടോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രവുമല്ല, 8 അതായത് അഷ്ടമത്തിലാണ് നീചസ്ഥനായി വ്യാഴം നിൽക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സൂര്യനുമുണ്ട്. അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ചന്ദ്രദശയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ നടക്കുന്നത്. അതിൽ തന്നെ ചന്ദ്രനിൽ രാഹുവിൻ്റെ അപഹാരമാണ്. 2024 മാർച്ച് തൊട്ട് 2025 സെപ്റ്റംബർ വരെ. അപ്പോൾ ചന്ദ്രനാണ് എന്നെങ്കിൽ ചന്ദ്രൻ ഇവിടെ രാഹുവിൻ്റെ 12ാം ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിന് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ടെൻഷൻ, അത് മാനസികമായിട്ടുള്ള കാര്യങ്ങളാവാം, അതല്ല എങ്കിൽ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളാവാം, അതുമല്ല എങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാവാം. ഇവിടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ സാധ്യത കൂടുതലാണ്. കാര്യം രോഗസ്ഥാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ അധിപനായ ഗ്രഹത്തെക്കുറിച്ചും അത് നിൽക്കുന്ന പൊസിഷനെക്കുറിച്ചുമെല്ലാം നേരത്തെ പറഞ്ഞു. അപ്പോൾ മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം, മാതൃകാരകനായ ഗ്രഹം ചന്ദ്രൻ രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുമ്പോൾ ചന്ദ്രദശ നടക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രദശയിൽ ഈ പറയുന്ന രാഹു ടെൻഷൻസിനുള്ള സാധ്യത നേരത്തെ പറഞ്ഞ 3 ക്രമത്തിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ആകാം. അതിനെ കരുതുക തന്നെ വേണം. പ്രത്യേകം ഒരു പരിഗണന കൊടുത്ത് തന്നെ പോസിറ്റീവായി ചിന്തിച്ച് വേണ്ടുന്ന വൈദ്യസഹായം എടുത്ത് തന്നെ തീർച്ചയായും മുന്നോട്ട് പോകാൻ ഇത്തരക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊട്ട് നെക്സ്റ്റ് അടുത്തതായി വരുന്ന കുജദശയും 6-ാം ഭാവാധിപൻ്റെ ദശയാണ്. കുജൻ രാഹുവിനോടൊത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ദശയും അല്പസ്വല്പം കരുതി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ ഈ വ്യക്തിക്ക് ലഗ്നത്തിലാണ് ഗുളികൻ നിൽക്കുന്നത്. ലഗ്നത്തിൽ ഗുളികൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ രാജയോഗം എന്നൊക്കെ ജ്യോതിഷം ഒരു തിയറി പറയുന്നുണ്ട്. എന്നിരുന്നാൽ തന്നെയും അസുഖങ്ങൾ, അതല്ല എങ്കിൽ രോഗങ്ങൾ ഇത്തരക്കാർക്ക് പൊതുവെ പല രീതിയിൽ അലട്ടുന്നതായി എനിക്ക് വ്യക്തിപരമായി അറിയുന്ന 3-4 പേർക്കുണ്ട്. ലഗ്നത്തിൽ ഗുളികൻ അവർക്കെല്ലാം തന്നെ സ്ഥിരമായോ ഇടപെട്ടോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അസുഖങ്ങൾ അവരെ അലട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതെല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നൊരർത്ഥമൊന്നും ഇതിനില്ല. എന്നിരുന്നാലും പല ആളുകൾക്കും ഇത്തരമൊരനുഭവം നെഗറ്റീവായി ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ലഗ്നത്തിൽ ഗുളികനെ കൊണ്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ വിവാഹസ്ഥാനത്ത്
7 ശുക്രനോടൊപ്പം വിവാഹകാരകനായ ഗ്രഹത്തോടൊപ്പം നിൽക്കുന്നു. ഇത്തരക്കാർക്ക് പ്രണയ വിവാഹമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് പ്രണയ വിവാഹം തന്നെയാണ്, അതിൽ തെറ്റൊന്നുമില്ല. ഏതെങ്കിലും രീതിയിൽ മുൻപരിചയമുള്ളതോ അതല്ല എങ്കിൽ ഒരു റിലേഷൻ പോലെയൊക്കെ ആയ ശേഷം വിവാഹത്തിലെത്തുന്നതായിട്ടോ ഒക്കെ പലപ്പോഴും പല ആളുകൾക്കും കാണുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 7ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം നീചസ്ഥനായി മകരത്തിൽ സൂര്യനോടൊപ്പമാണ് നിൽക്കുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഇവർക്കിടയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് അതാത് സമയത്ത് തന്നെ കൃത്യമായി പക്വതയോടെയുള്ള തീരുമാനങ്ങളോടെ നേരിട്ട് സധൈര്യം മുന്നോട്ട് പോകാനുള്ള പരിശ്രമവും ഇത്തരം വ്യക്തികളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അതല്ലാത്ത പക്ഷം രാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രൻ എന്ന് പറയുമ്പോൾ അത്തരം മേഖലകളിൽ നിന്നും ടെൻഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതിനൊരു റീസൺ കൂടെ ഉണ്ട്. ശനിയുടെ 10ാം ദൃഷ്ടിയും വിവാഹകാരകനായിട്ടുള്ള 7ാം ഭാവത്തിലേക്ക് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നിൽക്കുന്ന ബുധൻ നിൽക്കുന്ന 7ാം രാശിയിലേക്ക് ശനിയുടെ 10ാം ദൃഷ്ടിയും വരുന്നുണ്ട്. അപ്പോൾ ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവാത്ത റിലേഷൻസ് അല്ലെങ്കിൽ വിവാഹബന്ധമില്ല, അതുണ്ടാവുകയും വേണം. പക്ഷേ അതിന് കൃത്യമായ ഒരു പരിധി വേണം, പരിമിതി വേണം. അതിനെ അങ്ങനെ മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ശുക്രദശയിലായിരുന്നു ജനനം. പൂരമാണ് നക്ഷത്രം. ശുക്രദശ ജന്മശിഷ്ടം 2016 വരെ ശുക്രദശയായിരുന്നു. അതിനുശേഷം 6 കൊല്ലം സൂര്യദശ 2022 വരെ. അതിനുശേഷം ഇപ്പോഴത്തെ നടപ്പ് ദശയായിട്ടുള്ള ചന്ദ്രൻ 2032 വരെ 10 കൊല്ലം. അതിനുശേഷം ചൊവ്വ കുജൻ 7 കൊല്ലം 39 വരെ. അതിനുശേഷമാണ് 18 കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന രാഹുദശ. രാഹുദശയും ഈ വ്യക്തി കരുതണം. കാര്യം 4ലാണ് രാഹു നിൽക്കുന്നത്. ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ 12ാം ദൃഷ്ടിയുമുണ്ട്. അപ്പോൾ രാഹുദശയും ശ്രദ്ധയോടെ തന്നെ കൈകാര്യം ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണിൽ കൊള്ളേണ്ടത് തീർച്ചയായും പുരുകത്ത് കൊണ്ട് തന്നെ മാറും. രാഹുദശയ്ക്ക് ശേഷം ഇദ്ദേഹത്തിന് വ്യാഴദശയാണ്. അതിനുശേഷം ശനി എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നടപ്പ് ദശ നേരത്തെ പറഞ്ഞു, ചന്ദ്രനിൽ രാഹുവിൻ്റെ അപഹാരമാണ്. അതായത് 6-3-2024 തൊട്ട് 5-9-2025 വരെയുള്ള കാലമെന്ന് പറയുന്നത്. അപ്പോൾ ടെൻഷൻ സംബന്ധമായിട്ടുള്ള അതുപോലെ തന്നെ കൺഫ്യൂഷൻ, ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് ലിമിറ്റ് ചെയ്ത് അതിന് വേണ്ടുന്ന കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങൾ ഭൂരിപക്ഷ ശതമാനത്തിൽ പോസിറ്റീവായി തന്നെ പോകുമെന്ന കാര്യത്തിലും സംശയം വേണ്ട. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.